മോൻസൺ മാങ്കുലിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയുള്ള കേസ് തീർപ്പാക്കണമെന്ന് സർക്കാർ. മോൻസന്റെ മുൻ ഡ്രൈവർ ഹർജിയിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേസ് അവസാനിപ്പിക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. ഈ കേസിലടക്കം പല കേസുകളിലും ഇഡിയുടെ ഇടപെടൽ ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്നും സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. എം.എസ്. അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, വിശദാംശങ്ങൾ. ഗോപികൃഷ്ണൻ മോൻസന്റെ മുൻ ഡ്രൈവറായ അജിക്ക് പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. പലവട്ടം ഈ ഹർജി പരിഗണിക്കുകയും സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹർജിയിലെ പ്രധാന ആവശ്യം അജിക്ക് പോലീസ് സംരക്ഷണം ആവശ്യമുണ്ട് എന്നാണ്. അത് സർക്കാർ ഏർപ്പെടുത്തുകയും കഴിഞ്ഞു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ഹർജി തീർപ്പാക്കണം എന്നാണ് സർക്കാർ പറയുന്നത്. അല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് വീണ്ടും ഈ കേസിന്റെ ചുവട് പിടിച്ച് കോടതി കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഇഡിയും കേസിൽ ചില അന്വേഷണങ്ങൾ ആരംഭിക്കുന്നതായും CBI അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉചിതമാണെന്നും കോടതിയിൽ വ്യക്തമായുണ്ടായിരുന്നു. ഇത് ഫെഡറൽ തത്വങ്ങൾക്ക് ലംഘിക്കുന്ന ഒരു നിലപാടാണ് എന്ന് പറഞ്ഞു. അനുചിതമായ കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ അന്വേഷിക്കാൻ ഒരുങ്ങുന്നതും ഇടപെടാൻ ഒരുങ്ങുന്നതും. ഒരു അന്വേഷണത്തിൽ മറ്റൊരു അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അട്ടിമറിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും പറയുന്നു. കേരളത്തിലെ പൊതുവെയുള്ള കേസുകളിൽ ഇടപെടാനുള്ള പ്രവണത ഇഡിയും CBIയും ഒക്കെ കാണിക്കുന്നതായും കുറ്റപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും വളരെ ആഴ്ചകളായി തന്നെ ഓരോരോ പരാമർശങ്ങൾ സർക്കാരിനെതിരെ കേസുമായി ബന്ധപ്പെട്ട് കോടതി ഈ കേസിന്റെ ചുവട് പിടിച്ച് ഉന്നയിക്കുന്നത്. യഥാർത്ഥ ഹർജി ഇതിനകം തന്നെ സർക്കാർ പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അജിക്ക് പോലീസ് സംരക്ഷണം നൽകി കഴിയുകയും ചെയ്താണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഇത്തരമൊരു ആവശ്യം കോടതിയിൽ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഗോപി, ശരി.